Hi all, this is me Nisha Nija again. Welcome back to a new vlog. സോ കുറേ നാളായി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വന്നതിൻ്റെ ഒരു ഓട്ടത്തിലൊക്കെ ആയിരുന്നു. ഇനി ഇന്ന് ഓഫാണ് എനിക്കപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വെറുതെ ഇരിക്കാം, പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ, ഇപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേര് ഏജൻസി ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഏജൻസിയുടെ പേര് എന്ന് പറയുന്നത് ഡിവോട്ടഡ് കെയർ ആണ്. ഇറ്റ്സ് എൻ ഓസ്ട്രേലിയൻ ബേസ്ഡ് ഏജൻസി. ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന സമയത്താണ് എനിക്ക് അവരുടെ കോൺടാക്ട് കിട്ടുന്നതും ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നതും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഞാൻ ഇത്രയും നാളും ഇത് റിവീൽ ചെയ്യാത്ത ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് വന്ന് അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, ന്യൂസിലൻഡിലെ പോലെ തന്നെ ഓസ്ട്രേലിയയിലും ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ റിക്രൂട്ട്മെന്റ്സും ഏകദേശം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഒത്തിരി ഇന്റർനാഷണൽ നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തിനുള്ളിൽ ലാസ്റ്റ് ബാച്ചോടെ വരുമെന്ന് തോന്നുന്നു. അതൊക്കെ ഈ റീസെന്റ് ആയിട്ടുള്ളതല്ല, ഒരു 6 months ബാക്ക് പ്രോസസ്സിങ് തുടങ്ങിയവരുടെയാണ് ഈ ലാസ്റ്റ് ബാച്ച് ഇനി വരുന്നത്. അപ്പം ഓൾറെഡി ഞാൻ വന്ന ഏജൻസിയുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, റിക്രൂട്ടിംഗ് ഡീറ്റെയിൽസിനെ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് അവൈലബിലിറ്റി, അതായത് വേക്കൻസീസ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പിന്നെ റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ഏജൻസിയുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദം മോർ ദാൻ മീ. കാരണം ഇപ്പം അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. അതായത് വേക്കൻസീസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിക്കായിട്ട് കൊടുക്കുമ്പോൾ ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ചെല്ലുകയും അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിവേ, കറന്റ് ഇപ്പം വേക്കൻസീസ് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലും കുറവാണ്. പൊതുവെ ഞാൻ അറിഞ്ഞതും കമ്പയർ ടു കുറച്ച് ഫ്യൂ മന്ത്സ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ്സ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു കമന്റ് ബോക്സിൽ വന്ന ഒരാളുടെ കമന്റ് കണ്ടതുകൊണ്ട് ഒരാളുടെ ഏജൻസി ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആർക്കും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് ഏജൻസിയുടെ പേര് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുടെ അടുത്തെല്ലാം ഞാൻ നെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നെയിം പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറേ ജോബ് സീക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ ഡയറക്റ്റ് ചെന്ന് സെർച്ച് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഞാൻ ഏജൻസിയുടെ പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത് അവർക്ക് ഡയറക്റ്റ് മെയിൽ അയക്കുക. കാരണം നമുക്കിതിനകത്ത് ഞാനിവിടെ ഒരു ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വന്ന ഒരു ഏജൻസി നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു കമന്റ് കാണാനിടയുണ്ടായി, അവർക്ക് ജസ്റ്റ് വ്യൂ മാത്രം മതി, അതുകൊണ്ടാണ് അവർ വീഡിയോസ് ഇടുന്നത്. സോ മറ്റുള്ളവർ നന്നാവുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇനി അവിടെ എത്തി രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല. കാരണം എനിക്കറിയാം എന്തോരം സ്ട്രഗിൾസ് എടുത്തിട്ടാണ് ഒരു നഴ്സ് നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടി. കാരണം ഞാനും ന്യൂസിലാൻഡിൽ ഒരു 9 months ജോബ് ഇല്ലാണ്ടാണ് ഇരുന്നത്. സോ അത് കാരണമാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിനും കാരണം. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ ഇവിടെ വരട്ടെ, അയ്യോ അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമോ എന്നൊന്നും വിചാരിക്കാൻ ഉള്ള സമയമില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനുമില്ല. സോ ഞാൻ അങ്ങനെ ഒരു ടൈപ്പുള്ള ആളല്ല. സോ അപ്പോൾ കമന്റ് ഇട്ട ആളോട് മേ ബി നിങ്ങളുമായിട്ട് ബന്ധത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ഫ്രണ്ട്സ് വലയങ്ങളിലുള്ള ആൾക്കാർ അങ്ങനത്തെ ടൈപ്പ് ബിഹേവിയർ ഉള്ള ആൾക്കാരാണെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണെന്ന് നിങ്ങൾ വിലയിരുത്തരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനിയാണെങ്കിലും നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതുകൊണ്ടൊക്കെയല്ല, ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ നമുക്ക് കുറേ മെസ്സേജ് വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സമയമോ അല്ലെങ്കിൽ സാഹചര്യമോ കിട്ടാത്തതുകൊണ്ടാണ്. സോ പക്ഷേ എൻ്റെ മെയിൽ ID ഇപ്പോഴും ഇവിടെയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മെസ്സഞ്ചറിലൂടെ ഇപ്പോഴും മെസ്സേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരെയും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് കരുതി നമ്മൾ മനഃപൂർവ്വം ആർക്കും ഒരു മെസ്സേജ് കൊടുക്കാതിരുന്നിട്ടില്ല.
അപ്പം എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നവർക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ, എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. സോ എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ എത്തി ഇപ്പോൾ ഒരു 5 months കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഞാനിവിടെ വന്ന ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എൻ ഓസ്ട്രേലിയൻ നഴ്സ് എന്നാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം മെയിനായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ്, എല്ലാമൊന്നും എഴുതാൻ പറ്റില്ല, വീഡിയോ ഒത്തിരി ലോങ് ആവുന്നു ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയിന്റ്സ് വൈസ് ആയിരിക്കും പറയണത്. ഫസ്റ്റ് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് അവേഴ്സ് ആണ്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ സെക്ടറിലും 8 hours ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതായത് വീക്ക്ലി നമുക്ക് 5 days ഡ്യൂട്ടി കിട്ടും. 5 days കഴിഞ്ഞിട്ട് 2 days നമുക്ക് ഓഫ് കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, UK യിലൊക്കെ ആണെങ്കിൽ 12 hours ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് 8 hours ഈസ് ഫാർ ബെറ്റർ ദാൻ 12 hours. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 days 12 hours ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ബി ടയേർഡ്. സോ അപ്പം എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് എന്തുകൊണ്ടും 8 hours ഡ്യൂട്ടിയാണ്. സോ നമുക്കൊരു 5 days കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 days ഓഫ് കിട്ടും. ചിലവർക്കത് 2 days ആദ്യത്തെ 3 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ഓഫ് കിട്ടും. ചിലവർക്കത് ഒരുമിച്ച് കിട്ടും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് വാർഡ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സബ് അക്യൂട്ട് എന്ന് പറയുന്ന ഒരു വാർഡിലാണ്. അപ്പം അവിടെ എനിക്ക് 5 days സ്ട്രേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 2 days അല്ലെങ്കിൽ 3 days ഓഫ് കിട്ടുന്നതാണ്. സോ ഞാൻ അതിൽ ഹാപ്പിയാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേഴ്സ് പേഷ്യൻ റേഷ്യോ ആണ്. ഇവിടുത്തെ നേഴ്സ് പേഷ്യൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ വർക്ക് ചെയ്യുന്ന ഇത് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 24 പേഷ്യൻസ് ആണ് ടോട്ടൽ. അപ്പോൾ ഒരാൾക്ക് ഒരു 5 patients വരെ കിട്ടാറുണ്ട് ഇൻ ഈച്ച് ഷിഫ്റ്റ്. സോ ബേസിക്കലി ഞാൻ നിൽക്കുന്ന ബോർഡ് സബ് അക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത് ദർ എയിമിംഗ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ആണ്. അപ്പം നമ്മൾ മാക്സിമം പേഷ്യൻസിനെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ എങ്ങനെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളവരെ എൻകറേജ് ചെയ്യുക മാക്സിമം എന്നുള്ളതാണ്. എങ്കിലും നമ്മൾ അതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അതായത് റീഹാബിലിറ്റേഷൻ ആണെങ്കിലും നഴ്സുമാർക്ക് അറിയാവുന്നതാണ്. നമ്മളവര് അവരുടേതായ കുറച്ച് പേഴ്സണൽ ദിനകൃത്യങ്ങൾ, അവർക്ക് വേണ്ട ഡേയിൽ അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അവരെയും കൊണ്ട് അവർ പ്രാപ്തരാണോ എന്ന് നോക്കി അവരുടെ ടോളറൻസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ അവരെ എൻകറേജ് ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് ഇഫ് ദ പേഷ്യന്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻഡിപെൻഡന്റ്, സോ വി നീഡ് ടു ഹെൽപ്പ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഞാൻ നിൽക്കുന്ന വാർഡിൽ എനിക്ക് കിട്ടുന്നത് ഈച്ച് ഷിഫ്റ്റിൽ 5 patients ആണ്. അത് നൈറ്റ് വരുമ്പോഴത്തേക്കിന് 8 patients ആയിട്ട് മാറുന്നുണ്ട്. കാരണം നൈറ്റിൽ ദേ ഓൾ ആർ സ്ലീപ്പിംഗ് ആൻഡ് അവരുടെ നീഡ് അത്ര കുറവായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് 8 patientsനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ എനിവേ ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് മൈ സ്റ്റാഫ് റേഷ്യോ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പം ഇവിടെ നമ്മളൊരു നഴ്സായിട്ട് ഓസ്ട്രേലിയൻ ഹെൽത്ത് സെക്ടറിൽ കയറി കഴിഞ്ഞാൽ ഇഫ് വി ആർ ഹാപ്പി ടു ഡു എനി ഹയർ എഡ്യൂക്കേഷൻ ലൈക്ക് മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ തന്നിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ ക്യാപ്പബിൾ ആണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹെൽപ്പ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാലറിയാണ്. ഇപ്പോൾ ഇവിടെ സാലറി കിട്ടുന്നത് ഫോർട്ട്നൈറ്റിലാണ്. അതായത് 2 weeks, ഒരു 15 days നമുക്ക് സാലറി കിട്ടാറുണ്ട്. അപ്പം അത് എന്തുകൊണ്ടും നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാട്ടിലൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നിയർലി 1 month നോക്കിയിരുന്നിട്ട് വേണം നമ്മുടെ സാലറി കിട്ടാൻ. പിന്നെ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്കെല്ലാം ഉള്ള ബിൽസ് എല്ലാം പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അപ്പം എനിവേ സാലറി വൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കതും ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സാലറി വൈസ് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് എസ്പെഷ്യലി
ഹെൽത്ത് കെയർ സെക്ടറിലുള്ള നഴ്സുമാരെയാണ് അവർ എയിം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സാലറി വരുന്നതിന് മുന്നേ, സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ കുറച്ച് എമൗണ്ട് മാറ്റിവെക്കും. അപ്പം നമുക്ക് ആ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിന്റെ ടാക്സേ നമുക്ക് പിന്നെ പിടിക്കത്തുള്ളൂ. അപ്പം ബിഫോർ ടാക്സ് കുറച്ച് എമൗണ്ട് അവര് ഹോൾഡ് ചെയ്ത് വെക്കും. അതിന് നമുക്കൊരു കാർഡ്സ് തരും. ആ കാർഡ്സിലായിരിക്കും അവരത് നമുക്ക് ഇട്ട് തരുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ മോർഗേജിനായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ലൈക്ക് കാറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ സാലറി വരുന്ന സമയത്ത് അത്രയും എമൗണ്ട് നമ്മുടെ മാക്സി അക്കൗണ്ടിൽ ഓൾറെഡി അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ നോർമൽ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സ് പിടിക്കുന്നത് നമ്മുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ടിന്റെ ടാക്സ് മാത്രമേ അത് പിടിക്കാറുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇറ്റ് ഈസ് റിയലി ബെറ്റർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ബോർഡാണ്. സോ അവിടെ എല്ലാവരും ഭയങ്കര റിയലി ഹെൽപ്ഫുൾ ആണ്. കുറേ മലയാളി നഴ്സുമാരും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഓസീസും ഉണ്ട്. സോ ദേ ആർ റിയലി അപ്രോച്ചബിൾ അറ്റ് എനി ടൈം. ഇപ്പം നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ ഒരു കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്കതൊന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരാതെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോഴും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി എനിക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നഴ്സ് ഇൻചാർജ് ആണ്. ഷീസ് റിയലി ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയണേ, എല്ലാം പറയണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നാട്ടിലൊക്കെ കുറെ കിടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ കൊണ്ട് മാത്രം ഞാൻ പറയുന്ന കേട്ടോ. നമ്മളൊക്കെ സീനിയേഴ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് അവര് കസേരയിൽ ഞാൻ കണ്ടുവന്നൊരു കാര്യമാണ് പറയുന്നത്. കസേരയിൽ ഇങ്ങനെ ഇരിക്കും. സോ ജൂനിയർ നഴ്സസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ചേരുന്ന സ്റ്റാഫിനായിട്ട് പണിയിപ്പിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ടീം വർക്കാണ് ഇവിടെ. അങ്ങനെ ചെറുതോ വലുതോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് ഈവൻ ഡോക്ടേഴ്സ് പോലും, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്തോരം പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട. ഡോക്ടേഴ്സ് വരുമ്പോൾ ഫയൽ എടുത്തുകൊണ്ട് ഓടുന്നു, അയ്യോ അത് കംപ്ലീറ്റ് ചെയ്തില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തില്ല, അവരുടെ പുറകെ പോകണം, നമ്മുടെ ടൈം വേസ്റ്റ് ആവണം, റൗണ്ട്സിൽ കൂടെ പോകണം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് നല്ല പീസ്ഫുൾ എൻവയോൺമെന്റ് ആണ്. അത് സ്പെഷ്യലി ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ഡോക്ടേഴ്സ് പോലും പേഷ്യന്റിന്റെ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റീരിയറേറ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ബിസി ആയിരിക്കും. നമുക്ക് ഒരു പേഷ്യൻസ് മാത്രമല്ല, കുറെ പേഷ്യൻസ് ഉണ്ടാവും. സോ അപ്പം they will offer some help. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ഇങ്ങടേക്ക് ചോദിക്കും. അങ്ങനെ മടിയില്ലാത്തവരാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ്. സോ അപ്പം ഡോക്ടേഴ്സ് മാത്രമല്ല, പിന്നെ നെക്സ്റ്റ് എനിക്കെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെയാണ് ആ റൂംസൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയായിരുന്നു. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോഴത്തേന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ബാക്കി എല്ലാ ക്ലീനിങ്ങും, ആ റൂമിന്റെ ക്ലീനിങ് എല്ലാം നമുക്ക് പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫിനെ കിട്ടും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെഡിസിൻസിന്റെ ചെക്കിങ്, അതായത് എസ്പെഷ്യലി ദ DD ഡ്രഗ്സ്, ഡേഞ്ചറസ് ഡ്രഗ്സ്, അവർ ഇവിടെ ഒരു സേഫ് കബോർഡിലാണ് ലോക്ക് ആൻഡ് കീയിൽ വെച്ചിരിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ എറേഴ്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയെന്നുണ്ടെങ്കിൽ നേരത്തെ നിന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര പേടിയാണ്, അയ്യോ ഞാനെടുത്ത തെറ്റി പോകുമോ എന്നുവെച്ചാൽ നിന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ തലയിൽ എടുത്ത് വെച്ചിങ്ങനെ തരും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഊരിപ്പോരാനും പറ്റത്തില്ല. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എറേഴ്സ് വരാനുള്ള ഒരു ചാൻസ് വളരെ മിനിമലാണ്. ഇതൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഡ്രഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നിടത്ത് നമ്മുടെ കൂടെ വേറൊരു നഴ്സും കാണും. പിന്നെ അതുപോലെ തന്നെ എല്ലാ IV ഇഞ്ചക്ഷൻസും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. അപ്പം ഈ ഡബിൾ ചെക്ക് ചെയ്ത് ഈ 2 നഴ്സും കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് എക്സ്പയറിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് മാത്രമേ നമുക്ക് പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാ ഹോസ്പിറ്റലിലും DD സേഫ് കബോർഡിലാണ് എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് I feel really safe when administering the DD medications here. So പിന്നെ അത് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക്
ഒരു മെഡിസിൻ പുതുതായിട്ട് ഓർഡർ കിട്ടി, ഡോക്ടേഴ്സിൻ്റെ ഓർഡർ നമ്മൾ കണ്ടു. അപ്പം അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ മെഡിസിൻ കിട്ടണം. ഞാൻ നിന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ആദ്യമേ ഡോക്ടേഴ്സിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയതിനെ അതിന് നമ്മൾ ഫാർമസി വിളിക്കണം. ഫാർമസി വിളിച്ചതിൻ്റെ ആ മെഡിസിൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് കയ്യും കാലും പിടിച്ച് അതിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഓൾറെഡി മെഡിസിൻ നമ്മുടെ EMR അപ്ഡേറ്റ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ വാർഡിൽ 24/7, അതായത് 24/7 അല്ല, സോറി, നമ്മുടെ വാർഡിൽ 9 to 4 എല്ലാം മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേയും 9 to 4 നമ്മുടെ വാർഡിൽ ഫാർമസിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വി ക്യാൻ ഓൾവേസ് അപ്രോച്ച് ദം. ജസ്റ്റ് നമ്മുടെ പേഷ്യൻസ് റൂമിൽ നിന്ന് നമ്മുടെ നഴ്സസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ട് മെഡിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള മെഡിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു മെഡിക്കേഷനെ പറ്റി അറിയത്തില്ല, ഇത് സേഫ് ആണോ, നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്ന മെഡിക്കേഷനാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ ദേ വിൽ ബി ദെയർ ഓൾ ദ ഡേ. അതായത് 9 to 4 അവർ ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഫോൺ വിളിച്ച് അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഏതെങ്കിലും മെഡിസിൻസ് തീർന്നു പോയെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ചെന്ന് പറയാം, ഇന്ന മെഡിസിൻ ഇല്ല, ഇല്ലെങ്കിൽ ഇന്ന മെഡിസിൻ വേണം, പേഷ്യൻറ്റിന് അർജൻറ്റാണ്, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ പോയി താഴെ ഫാർമസിയിൽ നിന്ന് അവർ എടുത്തിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫാർമസിയിൽ നിന്ന് മെഡിക്കേഷൻ കിട്ടുന്നത് അപ്പം നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു നോട്ട്സ് ഇടുക. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് അർജൻറ്റ് മെഡിക്കേഷൻ ഓർഡർ ചെയ്തു എന്നാൽ നമ്മുടെ വാർഡിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാർമസീനെ ഇൻഫോം ചെയ്തു, നമ്മൾ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ കിട്ടിയതിന് ശേഷം അഡ്മിനിസ്റ്റർ ചെയ്തു ഇന്ന ടൈമിലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നോട്ട് ഇടുക. എന്ത് കാര്യം എഴുതിയാലും നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നോട്ടിട്ടാൽ നമ്മൾ സേഫാണ്. പിന്നെ എനിക്കെടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സിക്ക് ലീവാണ്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി അവേഴ്സിനനുസരിച്ചിട്ട് നമുക്ക് സിക്ക് ലീവ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് സിക്ക് ലീവ് ആവശ്യമുള്ളപ്പം എടുക്കാവുന്നതാണ്. പിന്നെ നാട്ടിലത്തെ പോലെ നമ്മൾ അവരുടെ പുറകെ നടന്ന് കാല് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വയ്യാത്ത അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് നടത്തി അങ്ങനെയൊന്നും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ നഴ്സിംഗ് സൂപ്പറിനെ പോയി കാണണം അങ്ങനെയൊന്നും ഇവിടെയില്ല. ഇപ്പം നമുക്ക് ഇഫ് യു ആർ ഫീലിംഗ് അൺസേഫ് ടു ഡു എ വർക്ക് ഓർ ഇഫ് യു ആർ ഫീലിംഗ് നോട്ട് വെൽ വി ക്യാൻ ജസ്റ്റ് ഗിവ് ദം എ കോൾ. പിന്നെ അവരതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വരില്ല. നമ്മൾ അൺവെല്ല എന്ന് പറഞ്ഞാൽ അൺവെല്ലാണ്, അവർ വേറെ സ്റ്റാഫിനെ നോക്കും, ഏജൻസി സ്റ്റാഫ് അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് റിയലി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേയിൽ കുറച്ച് പേഷ്യൻസിനെ കിട്ടി. അപ്പം ആ ത്രൂ ഔട്ട് ദ ഷിഫ്റ്റിൽ നമ്മൾക്ക് ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറിൽ അല്ലെങ്കിൽ നമുക്കതൊരു സേഫ് ആണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ വി ആർ നോട്ട് കംഫർട്ട് ടു ഡു ദ സെയിം പേഷ്യൻസ് ഇൻ നെക്സ്റ്റ് ഡേ. So we can approach them, we can always tell them to change the allocation and they will really happy to do it. So നമുക്ക് ഒരു പേഷ്യൻറ്റിനെ അതായത് നമുക്കൊരു പേഷ്യൻസിനെ നമുക്ക് കംഫോർട്ട് അല്ലാത്ത ഒരു പേഷ്യൻറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവരോട് അത് പറയാനുള്ള അവകാശം അത് നമ്മുടെ ഒരു റൈറ്റാണ്. അപ്പം നമുക്കവർ പേഷ്യൻസിനെ ചേഞ്ച് ചെയ്ത് തരും. സോ അതിന് പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സോ ദേ ആർ ഹാപ്പി ടു ചേഞ്ച് ദ പേഷ്യൻസ്. സോ അങ്ങനെയൊക്കെയാണ്. സോ ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെ. ഇത്രയൊന്നുമല്ല, എല്ലാത്തിലും ഉപരിയായിട്ട് ഞാനൊന്ന് ഓവർവ്യൂ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇപ്പം ജോലിക്ക് പോകുമ്പം അവിടെയെങ്കിലും നമുക്ക് ഒരു പീസ്ഫുള്ളായിട്ട് എൻവയോൺമെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വൈബില്ലാത്ത പോലെ ആയി പോകും. സോ ആ കാര്യത്തിൽ ഐ ഫീൽ റിയലി കംഫോർട്ട് ഹിയർ.
സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്ന നസ്മാക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സീ യു അഗെയിൻ. ബൈ.